ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഫിസിക്സിലെ പുതിയ SCERTയുടെ ഫിസിക്സിലെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ പ്രകാശത്തിന്റെ അപവർത്തനം കഴിഞ്ഞു, ചലന സമവാക്യങ്ങൾ കഴിഞ്ഞു, ചലന നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്. ന്യൂട്ടന്റെ 1ാം ചലന നിയമം, ന്യൂട്ടന്റെ 2ാം ചലന നിയമം, 3ാം ചലന നിയമം, എന്താണ് ജഡത്വം, എന്താണ് ആക്കം, എന്താണ് പരിണതഫലം, സന്തുലിത ബലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളും എന്ത് ചെയ്തിട്ടുണ്ട് SCERT ഭാഗങ്ങൾ. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് ബോക്സുകൾ മാത്രമല്ല കേട്ടോ, എന്താ ഒരു ലെസൺ ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഇനി അടുത്ത ലെസൺ എന്താണ്, ഗുരുത്വാകർഷണം. ഇനി നമുക്ക് ചലന നിയമങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ചലന സമവാക്യങ്ങൾ, ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ലെസണിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു പോയി. ഇനി നമ്മൾ ചലന നിയമങ്ങളിലേക്ക് കടക്കാം. എന്താണ് ചലന നിയമങ്ങൾ, എന്താണ് ചലന നിയമം? നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഫിസിക്സിൽ നമുക്ക് എന്താണ് ഒരു മാർക്ക് നേടിത്തരുന്ന ഒരു ഭാഗം കൂടിയിട്ടാണ്. നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് പഠിക്കാനുണ്ട്. പരിണത ഫലം. എന്താണ് പരിണത ബലം എന്ന് നോക്കാം. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ഫലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് സഫല ബലം. എന്താണ് സഫല ബലം അല്ലെങ്കിൽ പരിണത ബലം. ഒരു വസ്തു ഇതിപ്പോ ഒരു വസ്തു, ഇവിടുന്ന് ഒരു ബലം വരുന്നു, ഇവിടുന്ന് ഒരു ബലം വരുന്നു, ഇവിടുന്ന് ഒരു ബലം വരുന്നു, ഇവിടുന്ന് അപ്പൊ ഈ മൊത്തം എല്ലാ ബലം കൂടി ചേരുമ്പോൾ എന്താണ് ആകെ ബലമാണ് എന്ത് പറയുന്നത്, സഫല ബലം അഥവാ പരിണത ബലം എന്ന് പറയുന്നത്. ഒരു വസ്തു കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവും, കിഴക്ക് ദിശയിൽ എങ്ങനെയാണ്, ഇപ്പോ കിഴക്ക് ദിശയിൽ എത്രയാണ്, കിഴക്ക് ദിശയില് 100 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. പടിഞ്ഞാറ് ദിശയിലോ, പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ ബലവും പ്രയോഗിച്ചാൽ പരിണത ബലം എത്ര, പരിണത ബലം എത്ര? അപ്പൊ നമ്മള് എങ്ങനെ വേണമെങ്കിലും ആക്കാം. കിഴക്ക് ദിശയിലുള്ളതിനെ പോസിറ്റീവ് ബലമായിട്ടും പടിഞ്ഞാറുള്ളതിനെ നെഗറ്റീവ് ബലമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ചിത്രീകരിക്കാം. അല്ലെങ്കിൽ കിഴക്കിനെ എന്ത് ചെയ്യാം, നെഗറ്റീവായിട്ടും പടിഞ്ഞാറ് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കതിനെ പരിഗണിച്ചെടുക്കാവുന്നതാണ്. കിഴക്ക് എന്ന നെഗറ്റീവും എന്നും പോസിറ്റീവ് എന്നും. ഇപ്പൊ ഇവിടെ കിഴക്ക് ദിശയിലുള്ള ബലം പോസിറ്റീവായിട്ട് പരിഗണിച്ചാൽ പടിഞ്ഞാറ് ദിശയിലുള്ള ബലം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവ നേരെ തിരിച്ചും എടുക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് പരിണത ബലം കാണുന്നത്, എങ്ങനെയാണ് പരിണത ബലം കാണുന്നത്, എങ്ങനെയാണ്, ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇത് കിഴക്ക് ദിശയിലുള്ളത് ഏതാണ്, പോസിറ്റീവ് ബലമാണ് അല്ലേ. പോസിറ്റീവ് ബലമായിട്ട് നമ്മൾ ഇവിടെ കണക്കാക്കി. ഇനി അഥവാ നെഗറ്റീവ് ബലമായിട്ട് കണക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നെഗറ്റീവ് ബലമായിട്ടും കണക്കാക്കാം. അപ്പൊ ഇവിടെ പോസിറ്റീവ്, കിഴക്കിനെ പോസിറ്റീവായിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമുക്കൊരു കണക്ക് ചെയ്യാം അല്ലെ. എങ്ങനെ കിഴക്കിനെ നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ കിഴക്കിനെ നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ എത്രയാകണം, നമ്മൾ 100ന് അപ്പൊ എന്ത് ചെയ്യണം, പോസിറ്റീവ് 100 എഴുതാൻ പറ്റില്ല, -100 എന്ന് എഴുതണം. നെഗറ്റീവ് -100 എന്ന് എഴുതണം. പിന്നെ ഇവിടെ പോസിറ്റീവ് ബലമായിട്ട് പടിഞ്ഞാറിനെ പ്രഖ്യാപിച്ചാൽ അത് ഏത് ബലമായിട്ടായിരിക്കണം, അത് പോസിറ്റീവ് ആയിരിക്കണം അല്ലെ, പോസിറ്റീവ് ചിഹ്നമായിട്ടുള്ള ഇതായിരിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതാ ഇവിടെ കിഴക്കിനെ പോസിറ്റീവായിട്ട് കണക്കാക്കിയിരിക്കണം. അപ്പൊ 100 ന്യൂട്ടൺ പ്ലസ് പിന്നെ 150 ന്യൂട്ടൺ. 150 ന്യൂട്ടൺ പറയുമ്പോൾ പടിഞ്ഞാറാണ്, പടിഞ്ഞാറുള്ളത് എന്താണ് നെഗറ്റീവായിട്ട് എടുത്തത് കൊണ്ട് -150 എന്ന് കൊടുത്തു. 100 എങ്ങനെയാണ് പ്ലസ് മൈനസ് 150 കുറയ്ക്കുമ്പോൾ 50 വന്നു. 50 വലിയ സംഖ്യയുടെ ചിഹ്നം ഇട്ട് കൊടുത്തു അല്ലെ. അങ്ങനെ എത്ര കിട്ടി, ഇവിടെ 50 ന്യൂട്ടൺ കിട്ടി. ഇനി അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പരിണത ബലം കാണുന്നത് കേട്ടോ. പരിണത ബലം കാണുക, ചിലപ്പോൾ ചോദ്യം വന്നാൽ അങ്ങനെയായി. ഇനി ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 ആണെങ്കിൽ, അപ്പൊ നമ്മൾ നേരത്തെ പരിണത ബലം കണക്കാക്കിയില്ലേ, അതിനിപ്പോ അവിടെ 50 ന്യൂട്ടൺ കിട്ടി. ഇനി 50 ന്യൂട്ടൺ കിട്ടാതെ അവിടെ 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ എന്തു പറയുന്നു, സന്തുലിത ബലം എന്ന് പറയുന്നു. പരിണത ബലം 0 ആണെങ്കിൽ, പരിണത ബലം 0 ആണെങ്കിൽ അതിനെ എന്തു പറയുന്നു, സന്തുലിത ബലം എന്ന് പറയുന്നു. സന്തുലിത ബലം എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലനദിശയ്ക്ക് വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ല. കാരണം അവിടെ എന്താണ്, 0 ആണ് അല്ലെ. 0 ആകുമ്പോൾ എന്താണ്, ഒന്നും കഴിയുന്നില്ല എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ പരിണത ബലം 0 ആണെങ്കിൽ ആ പ്രയോഗിക്കപ്പെട്ട ബലത്തെ പറയുന്ന പേരാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്. ഇത്തരം ബലങ്ങൾക്ക്, സന്തുലിത ബലങ്ങൾക്ക് ഒരിക്കലും നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ ഒന്നും മാറ്റം വരുത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. ഇനി ഒരു
വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 അല്ല എന്ന് വെക്കാം. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടി ഇവിടെ 50 ന്യൂട്ടൺ എന്ന് കിട്ടി അല്ലെ, 50 ന്യൂട്ടൺ എന്ന് കിട്ടി, -50 ന്യൂട്ടൺ എന്ന് കിട്ടി. 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലത്തെ എന്തു പറയുന്നു? അസന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഈ 50 ന്യൂട്ടൺ നേരത്തെ കണ്ടത് എന്ത് ബലമാണ്? ഒരു അസന്തുലിത ബലമാണ്. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനും ഒക്കെ കഴിയും. അപ്പൊ എന്താണ് സന്തുലിത ബലം, എന്താണ് അസന്തുലിത ബലം, എന്താണ് സന്തുലിത ബലം അല്ലെങ്കിൽ എന്താണ് അസന്തുലിത ബലം പഠിക്കാം കേട്ടോ. ഒരു വസ്തുവിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും. ഈ മാറ്റം അസന്തുലിത ബലത്തിന്റെ ദിശയിലായിരിക്കും. അപ്പൊ 0 ആകുന്ന സമയത്ത് അത് സന്തുലിത ബലമാണ്. അതൊരിക്കലും ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനദിശയ്ക്ക് മാറ്റം വരുത്താനോ വേഗതയ്ക്ക് മാറ്റം വരുത്താനോ കഴിയില്ല. പക്ഷെ അസന്തുലിത ബലത്തിന് എന്താണ്? ഇതിനെല്ലാം കഴിയും. അങ്ങനെ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ ഒക്കെ കഴിയില്ലേ. അങ്ങനെ മാറ്റം വരുത്താനുള്ള പ്രവണത ഉളവാക്കാനുള്ള ആ അസന്തുലിത ബലം ഏതായിരിക്കും? എങ്ങനെയായിരിക്കും? അസന്തുലിത ബലത്തിന്റെ ദിശയിലായിരിക്കും. അങ്ങനെയുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും. ആ മാറ്റത്തെ പറയുന്നത്, മാറ്റം എങ്ങനെയായിരിക്കും? അസന്തുലിത ബലത്തിന്റെ ദിശയിൽ ആയിരിക്കും. അസന്തുലിത ബലത്തിന്റെ ദിശയിൽ ആയിരിക്കും. ഇനി ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കിയിട്ട് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താനാണ്. ഇനി ഗലീലിയെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1564 to 1642. ജന്മസ്ഥലം എവിടെയാണ്? ഇറ്റലിയിലെ പിസയിലാണ്. കുട്ടിക്കാലം മുതൽ ഗലീലിയോയ്ക്ക് ഗണിതത്തിനും തത്വചിന്തയിലും താല്പര്യമുണ്ടായിരുന്നു. 1581 അദ്ദേഹം ആദ്യത്തെ ശാസ്ത്രഗ്രന്ഥമായ ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകത്തിൽ, അപ്പോ ദ ലിറ്റിൽ ബാലൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ലിറ്റിൽ ബാലൻസ് ആരുടേതാണ്? ഗലീലിയോ. ചോദ്യം വരാം കേട്ടോ, ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദ ലിറ്റിൽ ബാലൻസ് ആരുടെ ബുക്കാണ്? ഗലീലി എന്ന പുസ്തകത്തിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനുള്ള ആർക്കിമിഡിസ് രീതി അദ്ദേഹം എഴുതി. തന്റെ സ്വന്തം ദൂരദർശനിലൂടെ ശനിയെയും ശുക്രനെയും നിരീക്ഷിച്ച് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായിട്ട് വാദിച്ചു. ചരിവ് തരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണങ്ങളുടെ അദ്ദേഹത്തിന് ജഡത്വത്തെ കുറിച്ച് ചില സൂചനകൾ നൽകാൻ കഴിയും. അപ്പൊ ഒരു ഗലീലിയോയുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെയുണ്ടല്ലേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് കഴിയും. അപ്പൊ ഒന്ന് വരാൻ പറ്റിയ ഓപ്ഷൻ ഏതാണ്? ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ്. പിന്നെ എന്താണ്? ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനുള്ള ആർക്കിമിഡിസ് രീതി ആരാണ് എഴുതിയത്? ഏതിലാണ്? ഈ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകത്തിലുണ്ട്. അതുപോലെ സ്വന്തമായിട്ടുള്ള ദൂരദർശനി ആയിട്ടാണ് ഗലീലിയോടെയാണ്. ഏത് ഉപഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്? ശനിയെയും ശുക്രനെയും കുറിച്ച് നിരീക്ഷിച്ചിട്ട് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായിട്ട് വാദിച്ചതും ആരാണ്? ഗലീലിയോ ആണ്. പിന്നെ ചരിവുതലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണങ്ങളുടെ അദ്ദേഹത്തിന്റെ ജഡത്വത്തെ കുറിച്ച് ചില സൂചനകൾ നൽകാനും കഴിഞ്ഞു. ഇനി ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ് അല്ലെ. സന്തുലിത ബാഹ്യബലം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അത് 0 അപ്പൊ അവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തണമെങ്കിൽ അവിടെ ഏത് ബലം വേണം? അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. ഇനി ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം നമുക്ക് നോക്കാം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഗലീലിയെ പോലെയുള്ള മുൻഗാമികളുടെ ശാസ്ത്ര നിരീക്ഷണങ്ങളെ ന്യൂട്ടൻ അപഗ്രഥിച്ചു പഠിക്കുകയും അവ ക്രോഡീകരിക്കുകയും ചെയ്തു. ഇത് ചലനത്തെക്കുറിച്ചും ബലത്തിന് വിധേയമാകുന്ന വസ്തുക്കളെക്കുറിച്ചും പുതിയ നിഗമനങ്ങളും നിയമങ്ങളും ആവിഷ്കരിക്കാൻ ന്യൂട്ടനെ സഹായിച്ചു. എന്താണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം? അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരുന്നതാണ് അല്ലെ. കാരണം സന്തുലിത ബലം 0 0 ആക്കുന്ന സമയത്ത് അവിടെ ചലനദിശയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ വസ്തുവിന് നേർരേഖയിലുള്ള സമചലനത്തിലോ ഒന്നും മാറ്റം വരുന്നില്ല. പക്ഷേ അവിടെ ഒരു അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ അല്ലെ, ചെറുതായിട്ടെങ്കിലും ഒരു അസന്തുലിത ബാഹ്യബലം വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലുള്ള നേർരേഖയിലോ സമചലനത്തിലോ തുടരുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത്. ഒന്നാം ചലന നിയമം ബലം, ജഡത്വം എന്നീ ഭൗതിക അളവുകളെ നിർവചിക്കാൻ സഹായിച്ചു അല്ലെ. കഴിഞ്ഞ പാലക്കാട് എഴുതിയിട്ടുണ്ടായിരുന്നത് ജഡത്വം പറയുന്നത് എത്രാമത്തെ ചലന നിയമത്തിലാണ്? ന്യൂട്ടന്റെ എന്ന് പറഞ്ഞ ഒന്നാം ചലന നിയമമാണ്. ബലം, ജഡത്വം ഒന്നാം ചലന നിയമം. ബലം, ജഡത്വം ഒന്നാം ചലന നിയമത്തെ കുറിച്ചിട്ട് പറയുന്നതാണ്.
അപ്പൊ എന്താണ് ഒന്നാം ചലന നിയമം? അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. ഇനി എന്താണ് ബലം? ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനോ അതിന്റെ പ്രവണത ഉളവാക്കാനോ വേണ്ടി ആ വസ്തുവിൽ പ്രയോഗിക്കേണ്ടത് എന്താണോ അല്ലെ, ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ, അല്ലെങ്കിൽ നേർരേഖ സമചലനത്തിൽ തന്നെ തുടരാനെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമാകണമെങ്കിൽ ഒക്കെ എന്ത് വേണം? അവിടെ ഒരു ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് ജഡത്വം എന്ന് നോക്കാം. നിശ്ചലമായിരുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നിലേക്ക് ഇല്ലേ? നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബസ് മുന്നോട്ടെടുക്കുന്നതിന് മുമ്പ് ബസ്സിനോടൊപ്പം യാത്രക്കാർ നിശ്ചലാവസ്ഥയിലായിരുന്നില്ലേ? ബസ് അവിടെ സ്റ്റാൻഡ് ചെയ്തിട്ട് എന്താണ് സ്റ്റോപ്പിൽ മിണ്ടാതെ നിൽക്കുന്നു, ഓഫ് ചെയ്തിട്ട് നിൽക്കുന്നു, നമ്മൾ നിൽക്കുന്നു. അപ്പൊ നമ്മളൊക്കെ എന്താണ്? നിശ്ചലാവസ്ഥയിലാണ് അല്ലെ? പക്ഷെ ബസ് സ്റ്റാർട്ട് ആക്കിയത് എന്ത് ചെയ്യും? ഒരൊറ്റ ബാക്കിട്ട് അടിയാണ് അല്ലേ? അപ്പോ എന്താണത്? യാത്രക്കാരും നിശ്ചലാവസ്ഥയിലായിരുന്നില്ലേ? ബസ് പെട്ടെന്ന് ചലനാവസ്ഥയിലായപ്പോഴും യാത്രക്കാർക്ക് നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണത ഉള്ളത് കൊണ്ടാണ് അവർ പിന്നിലേക്ക് ആയത്. ഈ പ്രവണതയാണ് എന്ത് പറയുന്നത്? നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് പോകും അല്ലെ? നിർത്തിയിട്ടിരുന്ന വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ബാക്കോട്ടും പോകുന്നു. പിന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നിർത്തുന്ന സമയത്ത് മുന്നോട്ടും പോകുന്നു, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്താലല്ലേ നമ്മൾ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പോവുക? മുന്നോട്ടോ പോവുക, ബാക്കോട്ട് പോവുക? മുന്നോട്ടല്ലേ പോകുന്നത്. പക്ഷെ അതിന് പകരം ഇവിടെ എന്താണ്? ബാക്കോട്ടാണ് പോകുന്നത്. അന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നിർത്തണ്ടേ? ഇല്ല അല്ലെ? നമ്മൾ എവിടേക്ക് പോകുന്നു? മുന്നോട്ട് പോകുന്നു. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് നിശ്ചല ജഡത്വം. നിശ്ചലാവസ്ഥയുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ അവസ്ഥയ്ക്ക്, ഇപ്പൊ ഒരു വസ്തു അവിടെ നിശ്ചലാവസ്ഥയിൽ നിൽക്കണം, ഒന്നുമില്ലെങ്കിൽ നമ്മൾ പോയി ടച്ച് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ഒരു ബാഹ്യബലം വരണം, അല്ലെങ്കിൽ ഒരു ആന്തരിക ബലം വരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം, എങ്കിലേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുള്ളൂ. അങ്ങനെ അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ പറയുന്ന പേരാണ് എന്ത്? നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. സമചലനത്തിലുള്ള, അതായത് സമചലനം പറയുമ്പോൾ തുല്യ ദൂരം തുല്യ വേഗം ഉള്ള ചലനം അല്ലെ? അങ്ങനെ സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അതിനെ പറയുന്ന പേരാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. ഇനി ഒരു വസ്തുവിനെ അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് എന്ത് പറയുന്നത്? ജഡത്വം എന്ന് പറയുന്ന പ്രീവിയസ് ആണ്. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയെ പറയുന്ന പേരാണ് ഇനേർഷ്യ അല്ലെങ്കിൽ. ഇനി ഇവിടെ നിശ്ചല ജഡത്വവും ചലന ജഡത്വവും തന്നിട്ടുണ്ട്. ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുത്താൽ നിശ്ചല ജഡത്വം, അതായത് നിശ്ചലം പറയുമ്പോൾ ഏത് വസ്തുവാണെങ്കിൽ നിശ്ചലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് നിശ്ചല ജഡത്വം. ചലനമാകുമ്പോൾ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കണം. ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നോട്ടാവുന്നു. അത് എന്തൊരു ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ മാവിന്റെ കൊമ്പ് കുലുക്കുന്ന സമയത്ത്, മാവ് കുലുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അപ്പൊ മാവ് എന്താണ്? ആദ്യം കുലുക്കുന്നതിന് മുമ്പ് എന്താണ്? നിശ്ചലാവസ്ഥയാണ് അല്ലെ? ആ ഒരു നിശ്ചല ജഡത്വത്തിൽ നിന്നും എന്ത് ചെയ്യാണ്? ചലന ജഡത്വത്തിലേക്ക് മാറുകയാണ്. അപ്പൊ മാവിന്റെ കൊമ്പ് കുലുക്കുന്ന സമയത്ത് അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ എന്ത് ചെയ്യുന്നു? അടർന്ന് വീഴുന്നു. അപ്പൊ അത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി അതേപോലെ ചലന ജഡത്വം, നിരപ്പായ തറയിൽ ഉരുട്ടുവിട്ട പന്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ? തറയിൽ ഉരുട്ടുവിട്ട പന്ത് എന്ത് ചെയ്തു? അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി അതേപോലെ ചലന ജഡത്വത്തിന് ഉദാഹരണം വേറെന്ത് പറയാം നമുക്ക്? ഈ ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ഇങ്ങനെ, അതായത് ഇതാണ്, ഇവിടെയാണ് ഫിനിഷിംഗ് ലൈൻ, ഇങ്ങനെ ഓടി വരുന്നത്. കറക്റ്റ് ഓടി നിൽക്കാൻ പറ്റില്ല അല്ലെ? അവർ അങ്ങനെ എത്തിയിട്ടായിരിക്കും രണ്ട് ഹാൻഡൊക്കെ ഇങ്ങനെ, കൈയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചിട്ട് വരുന്നത് അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത്? ഒരു വസ്തു എന്താണ്? ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്തിനു ഉദാഹരണമാണ്? ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി മാസ് ആൻഡ് ഇനേർഷ്യ നോക്കാം നമുക്ക്. മാസും ജഡത്വവും. ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണനഫലമാണ് അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മൊമെന്റം? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ മാസിന്റെയും
പ്രവേഗത്തിന്റെയും എമ്മിന്റെയും വിയുടെയും എന്താണ് ഗുണനഫലമാണ്. എം ഇൻറ്റു വിയുടെയും ഗുണനഫലമാണ് അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. അതായത് മൊമെന്റം കാണാൻ പി എന്താണ് എം വി ആണ്. അപ്പോൾ മൊമെന്റം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. പ്രവേഗത്തിന്റെ ദിശയാണ് അതിന്റെയും ദിശ എന്ന് പറയുന്നത്. അപ്പൊ പ്രവേഗവും മൊമെന്റവും എന്താണ് മൊമെന്റം മാസ് എന്താണ് മൊമെന്റം കാണാൻ മാസ് ഇൻറ്റു പ്രവേഗം. മൊമെന്റം ഒരു സദിശ അളവാണ്. പ്രവേഗത്തിന്റെ ദിശ തന്നെയാണ് ഏതിന്റെയും ദിശ മൊമെന്റത്തിന്റെയും ദിശ എന്ന് പറയുന്നത്. ഇനി 200 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 16 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. ഈ വസ്തുവിന്റെ മൊമെന്റം കണക്കാക്കുക. അപ്പൊ മൊമെന്റം കണക്കാക്കാൻ പി ഇൻറ്റു എം പി സമം എം ഇൻറ്റു വി. മാസ് എത്രയാണ് 200 ഇൻറ്റു 16 ചെയ്യാം. ഒരു വസ്തുവിന്റെ മൊമെന്റം 200 ആണ്. ഈ വസ്തുവിന്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആ വസ്തുവിന്റെ മാസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഏത് സംഖ്യനെയാണ് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടണം ഇവിടെ മൊമെന്റം തന്നിട്ടുണ്ട് 200 അല്ലേ. അപ്പോൾ ഈ 20നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്താണ് ഈ 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് കിട്ടും. അത് ചെയ്യണം കേട്ടോ. ഇനി 60 ഗ്രാം മാസുള്ള ഒരു വെടിയുണ്ട. ഇവിടെ മാസ് തന്നിട്ടുണ്ട് 60 ഗ്രാം തന്നിട്ടുണ്ട്. അതുപോലെ വി തന്നിട്ടുണ്ട് 200 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇതിന്റെ മൊമെന്റം കണക്കാക്കുക. മൊമെന്റം കണക്കാക്കാൻ എന്ത് ചെയ്യും മാസ് ഇൻറ്റു വി ആണ് അല്ലെ. മാസ് ഇൻറ്റു വി ആണ് എം വി ആണ്. ഇനി എന്താണ് മൊമെന്റ് വ്യത്യാസ നിരക്ക്? 20 കിലോഗ്രാം മാസുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ അപ്പോ മാസ് എത്രയാ പറഞ്ഞു 20 കിലോഗ്രാം എന്ന് പറഞ്ഞു. ഇനി ഒരു വസ്തു 5 സെക്കൻഡ് സമയത്തേക്ക് ടൈം എത്രയാണ് 5 സെക്കൻഡ് സമയത്തേക്ക് പ്രയോഗിച്ചപ്പോൾ വസ്തുവിന്റെ പ്രവേഗം v എത്രയാണ് 30 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറിയെങ്കിൽ വസ്തുവിന്റെ മൊമെന്റം വ്യത്യാസം കണക്കാക്കാം. മൊമെന്റം കാണാനല്ല പറഞ്ഞത്, മൊമെന്റത്തിന്റെ വ്യത്യാസ നിരക്ക് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യ മൊമെന്റം എത്രയാണ് 20 കിലോഗ്രാം. അവസാന മൊമെന്റം തന്നിട്ടുണ്ടോ ഇല്ല. അപ്പൊ 0. അപ്പൊ 20 × 0 എത്രയാണ് 0 തന്നെയാണ്. ഇനി അന്ത്യ മൊമെന്റം മാസ് കാണാൻ 20 kg × 30 മീറ്റർ പെർ സെക്കൻഡ്. എം വി പറയുമ്പോ 20 kg × 30 മീറ്റർ പെർ സെക്കൻഡ് 60 കിലോഗ്രാം. ഇനി മൊമെന്റം വ്യത്യാസം 600 കിലോഗ്രാം കണ്ടില്ലേ -0 അതിന്റെ 600 കിലോഗ്രാം. ഇനി ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിനുണ്ടാകുന്ന മൊമെന്റ് വ്യത്യാസം അഥവാ മൊമെന്റ് വ്യത്യാസ നിരക്ക് എത്രയായിരിക്കും? മൊമെന്റ് വ്യത്യാസ നിരക്ക് കാണാൻ മൊമെന്റം വ്യത്യാസം ഡിവൈഡഡ് ബൈ ടൈം ആണ്. മൊമെന്റ് വ്യത്യാസ നിരക്ക് കാണാൻ റേഷ്യോ എങ്ങനെയാണ് കാണുന്നത്? മൊമെന്റ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ടൈം. 600 കിലോഗ്രാം പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് എത്ര കിട്ടി? 120 കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിന് ലഭിച്ച ബലം കൂടുതലെങ്കിൽ മൊമെന്റ് വ്യത്യാസ നിരക്ക് കൂടുതലായിരിക്കും. ഇത് ആദ്യമായിട്ട് പ്രസ്താവിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെന്റ് വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. മൊമെന്റ് വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിന്റെ ദിശയിൽ ആയിരിക്കും. അങ്ങനെ നമ്മള് അടുത്ത് നോക്കിക്കേ, ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബലം കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും. Mf = ma ആണ്. മാസ് ഇൻറ്റു ത്വരണമാണ്. എന്നെ നമ്മൾ എന്താ പറഞ്ഞതെന്നല്ല, നമ്മൾ ചലന സമവാക്യങ്ങൾ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. അത് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ F = ma ആണ് ബലം കാണാനുള്ള ഇക്വേഷൻ. ബലം കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് = ma ആണ് കേട്ടോ. അപ്പൊ 12 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടു കൂടി ചലിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ മാസ് എത്ര തന്നു? m തന്നിട്ടുണ്ട് അല്ലെ. m തന്നു 12 കിലോഗ്രാം. ഇവിടെ a തന്നിട്ടുണ്ട് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്തിന്റെ യൂണിറ്റ് ആണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ത്വരണം, മന്ദീകരണം ഒക്കെ യൂണിറ്റ്. ത്വരണം, മന്ദീകരണം പറയില്ലേ. മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലേ? ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. അങ്ങൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? F സമ ma എന്നുള്ള ഇക്വേഷൻ ഇട്ടിട്ട് മാസ് ഇൻറ്റു ത്വരണം ഗുണിച്ചിട്ട് ഇവിടെ ബലം കണക്കാക്കണം. അത് ചെയ്യണം കേട്ടോ. ഇനി താഴെ കമന്റ് ചെയ്യില്ലേ? ആ ഒരാൾ എന്തോ ഒന്നോ രണ്ടാൾ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? കമന്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഇന്നലെ ഒരാൾ ഇട്ട് തന്നിട്ടുണ്ട് ആ ഊനല്ലിത ഒരാൾ മാത്രമാണ് കമന്റ് ചെയ്തത്. ആൻസർ ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഇനി 20 കിലോഗ്രാം മാസുള്ള ഇവിടെ M തന്നിട്ടുണ്ട്. ഒരു വസ്തുവില് ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ടാകുന്ന ത്വരണം എത്ര? ത്വരണം കാണാൻ അറിയില്ലേ? കാണാൻ എന്ത് ചെയ്യാ? ത്വരണം കാണട്ടെ. അപ്പൊ ഇതിനെ നമ്മൾ യൂണിവേഴ്സിറ്റി നമ്മൾ എങ്ങനെ ചെയ്യും? F സമ ma കണ്ടിട്ട് നമ്മൾ ഇത് F സമ ma ചെയ്തു. ഇത് ma ചെയ്തു. ഇത് ഡയറക്റ്റ് ആണ്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യാ? ഒന്ന് നമ്മൾ സാധാരണ മാത്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എളുപ്പമാണ്. എല്ലാം ഞാൻ പറഞ്ഞു തരുമ്പോൾ എന്താണെന്ന് അറിയാം. ഇത് നിങ്ങൾ ഇവിടെ കേൾക്കും, പഠിക്കും, നിങ്ങൾ അവിടെ മിണ്ടാണ്ട് ഇട്ടുകൊണ്ട് പോകും. അപ്പൊ എക്സാം കാലം നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഒന്ന് ആൻസർ കമന്റ് ചെയ്യേട്ടാ. ഈ 3 ക്വസ്റ്റിന്റെ ആൻസർ കമന്റ് ചെയ്യണം. ഇനി 1000 കിലോഗ്രാം മാസുള്ള ഒരു വാഹനം, ഇവിടെ മാസ് തന്നിട്ടുണ്ട് അല്ലെ? M തന്നിട്ടുണ്ട്. എത്രയാണ്? 1000 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇനി വാഹനം 90 കിലോമീറ്റർ, ഒരു അവറിൽ എത്രയാണ്? 90 കിലോമീറ്റർ പ്രവേഗത്തിലാണ് അല്ലെ? V സമം എത്ര തന്നു? 90 കിലോമീറ്റർ പെർ അവറിലാണ് സഞ്ചരിക്കുന്നത്. 5 സെക്കൻഡാണ് സമയം. ടൈം എത്രയാണ്? 5 സെക്കൻഡ് സമയത്തേക്ക് ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ വാഹനം നിശ്ചലമായി. എങ്കിൽ പ്രയോഗിച്ചു കൊണ്ടിരുന്ന ബലം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് 90 കിലോമീറ്റർ ആണ് അല്ലെ? 90 കിലോമീറ്റർ, ഒരു അവറിൽ 90 കിലോമീറ്റർ ആണ്. പക്ഷെ ഇവിടെ സമയം സെക്കൻഡിലാണ് തന്നിരിക്കുന്നത് അല്ലെ? ഇവിടെ ഒരു അവറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അത് ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ മാത്സിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് അല്ലെ? കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നതോ മീറ്ററിനെ എന്താണ് മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? 18/5 കൊണ്ട് ഗുണിക്കും അല്ലേ? ഇനി കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ആകുമ്പോൾ 5/18 കൊണ്ട് ഗുണിക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 90 കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 90 × 5/18 ചെയ്യുമ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഏത് കിട്ടി? ആദ്യ പ്രവേഗം അല്ലെ? ആദ്യ പ്രവേഗം കിട്ടി. നമുക്കിനി അന്ത്യപ്രവേഗം തന്നിട്ടുണ്ടോ? ആദ്യ പ്രവേഗം തന്നു. ഒരു വാഹനം 90 കിലോ. എങ്ങനെയാണ് ഇത്? ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ ഇത് ആദ്യ പ്രവേഗമാണോ അന്ത്യപ്രവേഗമാണോ എന്ന് കണക്കാക്കുക. സ്റ്റാർട്ടിങ് സമയമാണെങ്കിൽ അവിടെ ആദ്യ പ്രവേഗം, എൻഡിങ് സമയമാണെങ്കിൽ എന്താണ് അവിടെ അന്ത്യപ്രവേഗം അല്ലെ? സ്റ്റാർട്ടിങ് ടൈം ആണെങ്കിൽ ആദ്യ പ്രവേഗം, അവസാനമാണെങ്കിൽ അന്ത്യപ്രവേഗം. അങ്ങനെ കണക്കാക്കണം കേട്ടോ. ഇവിടെ 90 കിലോമീറ്റർ അവർ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്, തുടരാണ്. അപ്പോഴാണ് ആദ്യ പ്രവേഗം. അതായത് അവിടെ അവസാനത്തെ സമയം പറയുമ്പോഴാണ് അവിടെ എന്ത് പറയുക? അന്ത്യപ്രവേഗമായിട്ട് കണക്കാക്കുക. അപ്പൊ ഇവിടെ അന്ത്യപ്രവേഗം തന്നിട്ടില്ല. V എത്ര തന്നിട്ടുണ്ട്? V അല്ലെ അന്ത്യപ്രവേഗത്തിന്? V അല്ലെ നമ്മൾ ഉപയോഗിക്കുക? 0 ആണ്. അപ്പം മാസ് എത്രയുണ്ട് ഇവിടെ? 1000 കിലോഗ്രാം ഉണ്ട് അല്ലെ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? F കാണാൻ ma ആണ്. M എത്രയാണ്? 1000 കിലോഗ്രാം അല്ലെ? M എത്ര? M അല്ലെ? നമ്മള് ഇനി നമുക്ക് ഇത് കാണണ്ടേ? ഏത് കാണണം? അന്ത്യപ്രവേഗം കാണണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ t. അങ്ങനെയല്ലേ നമ്മൾ കാണാൻ ഉപയോഗിക്കുന്നത്? ത്വരണം കാണാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് F സമ ma എന്നുള്ള ഇക്വേഷനില് M നമ്മൾ എന്ത് ചെയ്തു? 1000 ഇട്ട് കൊടുത്തു. കണ്ടോ? 1000 ഇട്ട് കൊടുത്തു. നമുക്ക് അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗമാണ് അല്ലെ? അന്ത്യപ്രവേഗം 0 ആണ്, ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് ആദ്യ പ്രവേഗം എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര സമയമുണ്ട്? 5 അല്ലെ? 5 സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ അതിനെ ഇതാക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി? 5000 മൈനസ് 5000 ന്യൂട്ടൺ എന്നുള്ളത് കിട്ടി. അത്രയാണ് എന്ത് പറയുന്നത്? ബലം കാണാനുള്ള ഇക്വേഷൻസ് കേട്ടോ. നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക? അത് കാണാനായിട്ട് ശ്രമിക്കാം. ഇനി 10 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ പ്രവേഗം, മാസ് എത്ര തന്നു? മാസ് എത്രയാണ് ഇവിടെ? 10. മാസുള്ള വസ്തുവിന്റെ പ്രവേഗം V എത്രയാണ്? 4 സെക്കൻഡ് ആണ്. 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 18 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറുന്നു. 4 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 18 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറുന്നു. മൊമെന്റം വ്യത്യാസ നിരക്ക് നമ്മൾ നേരത്തെ മൊമെന്റം കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവിടെ പ്രയോഗിച്ച ബലം എത്ര? ബലം കാണാൻ ഇക്വേഷൻ പറഞ്ഞു. വസ്തുവിന്റെ ത്വരണം എത്ര? ഇത് 4 കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് എന്ത് ചെയ്യുക? ഇവിടെ കണക്ക് ഇവിടെ ഉണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് എന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓരോന്നും ആദ്യം എടുത്ത് എഴുതണം. മാസ് 10 കിലോഗ്രാം ആണ്. അതേപോലെ ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട് അല്ലെ? വസ്തുവിന്റെ പ്രവേഗം എത്ര തന്നിട്ടുണ്ട്? 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 18 മീറ്റർ പെർ സെക്കൻഡ് ആയി. അതായത് 6 മീറ്റർ പെർ സെക്കൻഡ് യുയും 18 മീറ്റർ സെക്കൻഡ് ഏതാണ്? വിയുമാണ്. ഇത് ആദ്യ പ്രവേഗവും ഇത് അന്ത്യപ്രവേഗവുമാണ്. അത് ആദ്യം എന്ത് എഴുതണം? എടുത്തെഴുതണം.
എന്ത് എടുത്ത് എഴുതിയാലാണ് നമുക്ക് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ എടുത്ത് മാറ്റിയിട്ട് ആദ്യം എഴുതാം. അപ്പൊ ആദ്യം എന്താ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്? മൊമെന്റം വ്യത്യാസ നിരക്കാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. മൊമെന്റം വ്യത്യാസ നിരക്ക് കാണാൻ കണ്ടോ? എന്ത് ചെയ്യണം? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി ഇട്ട് ചെയ്യാം. 10 കിലോ മാസ് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. എം ഇൻറ്റു ആദ്യ പ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി. മൊമെന്റ് വ്യത്യാസ നിരക്ക് കാണാൻ. അപ്പോൾ മാസ് ഇവിടെ തന്നു 10 കിലോഗ്രാം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്രയായി? 18 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 6 മീറ്റർ അല്ലേ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ചെയ്തു. സമയം ഇട്ടു. എത്ര കിട്ടി? 30 ന്യൂട്ടൺ കിട്ടി. ഇനി അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? മൊമെന്റ് വ്യത്യാസം 30 ന്യൂട്ടൺ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണ്? ബലം എത്ര എന്നാണ് ചോദ്യം അല്ലേ? ബലം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എഫ് ഇൻറ്റു എം എഫ് സമം എം എ ആണ് അല്ലേ? എം എ പറയുമ്പോൾ മൊമെന്റം വ്യത്യാസ നിരക്ക് എത്രയാണ്? ബലം എഫ് സമം മൊമെന്റം വ്യത്യാസ നിരക്ക് സമം 30 ന്യൂട്ടൺ. എത്രയാണ്? 30 ന്യൂട്ടൺ ബലം തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. മൊമെന്റം വ്യത്യാസ നിരക്ക് തന്നെയായിരിക്കും എന്ത് പറയുന്നത്? ബലം എന്ന് പറയുന്നത്. ഇനി ത്വരണം കാണാൻ എങ്ങനെയാണ്? എ സമം എഫ് ബൈ എം ഫോഴ്സ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? മാസ്. 30 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മാസ് 10 കിലോഗ്രാം 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം കിട്ടി. ഇനി അന്ത്യപ്രവേഗം കാണാൻ. അന്ത്യപ്രവേഗം വി എങ്ങനെയാണ്? നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. വി എങ്ങനെയാണ്? എസ് എങ്ങനെയാണ്? വി സ്ക്വയർ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. യു പ്ലസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് 6 സെക്കൻഡ് സമയത്തേക്ക് ഈ ബലം പ്രയോഗിച്ചാൽ വസ്തുവിന്റെ പ്രവേഗം എത്രയാകും? പ്രവേഗം കാണാനാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ വി കാണാൻ യു പ്ലസ് എ ടി അല്ലേ? യു എത്രയാണ്? യു എത്രയാണ്? ആദ്യ പ്രവേഗം 6 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് പിന്നെ എ എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ടൈം എത്രയാണ്? 6 സെക്കൻഡ് ഇൻറ്റു 24 മീറ്റർ പെർ സെക്കൻഡ്. ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓരോന്നും ഇങ്ങനെയാണ്. മൊമെന്റ് വ്യത്യാസ നിരക്ക് കാണാൻ എം ഇൻറ്റു വി അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി. മൊമെന്റ് വ്യത്യാസ നിരക്ക് കാണാൻ മാസ് എ ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഞാൻ മലയാളത്തിൽ എടുത്ത് പറയുന്നത് അക്ഷരങ്ങൾ മാറിപ്പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. എന്താണ്? മൊമെന്റ് വ്യത്യാസ നിരക്ക് കാണാൻ മാസ് എ ഇൻറ്റു അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി. ഇനി ബലം എഫ് സമം എന്ത് തന്നെയാണ്? മൊമെന്റോ വ്യത്യാസ നിരക്ക് തന്നെയാണ് എന്ത് പറയുന്നത്? എഫ് എന്ന് പറയുന്നത്. ത്വരണം കാണാൻ എന്ത് ചെയ്യണം? ബലം ഡിവൈഡഡ് ബൈ മാസ്. ബലം ഡിവൈഡഡ് അല്ലെങ്കിൽ മൊമെന്റ് വ്യത്യാസ നിരക്ക് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? എ കാണാൻ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. പിന്നെ വി കാണാൻ എന്ത് ചെയ്യണം? യു പ്ലസ് എ ടി അല്ലെ? യു എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പ്രവേഗം പ്ലസ് പിന്നെ എ ഇൻറ്റു ടി. ത്വരണം ഇൻറ്റു ടൈം. ഇനി എന്താണ് ആവേഗബലവും ബലത്തിന്റെ ആവേഗവും? ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ബലങ്ങളുടെ പ്രത്യേകത കണ്ടോ? ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നത്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നത്. അതുപോലെ ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് കാലുകൊണ്ട് അടിക്കുന്നത്. ഇവിടെയെല്ലാം വലിയ ബലം വളരെ ചെറിയ സമയത്തേക്കല്ലേ പ്രയോഗിക്കപ്പെടുന്നത്. ഇത്തരം ബലമാണ് എന്ത് പറയുന്നത്? ആവേഗ ബലം എന്ന് പറയുന്നത്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ബാറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ബൗളർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ബൗൾ വരുന്നു അല്ലെ? ആ ബൗൾ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് ആ ബാറ്റ് കൊണ്ട് ഒരൊറ്റ അടി അടിക്കുന്നത്. ഒരു നിശ്ചിത സമയത്ത് മാത്രം. അതുപോലെ തന്നെ ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കാലിന്റെ അടുത്ത് ബോൾ എത്തുന്നു, നമ്മൾ ആ ഒരൊറ്റ ഒരു ക്ലിക്കിലാണെങ്കിൽ ഒരൊറ്റ ബലമാണ് പ്രയോഗിക്കുന്നത്. അങ്ങനെ ആ ഒരു വലിയ ബലം എന്ത് ചെയ്യാന്? ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ആവേഗ ബലം എന്ന് പറയുന്നത്. ഇനി വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം. ഈ ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് ബലത്തിന്റെ ആവേഗം എന്ന് പറയുന്നത്. ബലത്തിന്റെ ആവേഗം കാണാൻ ബലം ഇൻറ്റു സമയം. എന്താണ്? ബലം എഫ് ഇൻറ്റു സമയം. ഇനി ഒരു ബലത്തിന്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെന്റോ വ്യത്യാസവും തുല്യമായിരിക്കും. ഇതാണ് ആവേഗ മൊമെന്റ് തത്വം. ആവേഗവും മൊമെന്റ് വ്യത്യാസവും എന്താണ്? തുല്യമായിരിക്കും. അതിനെ ആവേഗ മൊമെന്റ് തത്വം എന്ന് പറയുന്നു. ഇനി ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു
ഒരു പ്രതിപ്രവർത്തനം അല്ലെ അല്ലെങ്കിൽ ഒരു പ്രതിഫലം ഉണ്ടായിരിക്കും. ഇതാണ് എന്ത് പറയുന്നത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് നമ്മൾ ഉദാഹരണങ്ങളൊക്കെ എന്താ പറയാറ്? റോക്കറ്റ് വിക്ഷേപണത്തിന് പിന്നിലുള്ള ശാസ്ത്രതത്വം അല്ലെ. ഉദാഹരണം എന്ത് പറയും? മൂന്നാം ചലന നിയമമാണ് റോക്കറ്റ് വിക്ഷേപണം ട്ടോ. റോക്കറ്റ് വിക്ഷേപണ തത്വം എന്തിന് ഉദാഹരണമാണ്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ തോക്കിൽ നിന്ന് വെടി ഉതിർക്കുന്ന സമയത്ത് തോക്ക് എന്ത് ചെയ്യും? അല്പം പുറകോട്ട് തെന്നുന്നത് ഏത് ചലന നിയമത്തിനാണ്? മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ മൂന്നാം ചലന നിയമം അതൊക്കെ ആയി. ഇനി ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബലം ആയും രണ്ടാമത്തെ വസ്തുവിൽ എതിർദിശയിൽ ഉളവാകുന്ന ബലം പ്രതിബലം. പ്രതി വരുമ്പോൾ തിരിച്ച് അവിടെ നിന്നും ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് എന്താണ്? ബലമാണ്. എന്നാൽ രണ്ടാമത്തെ വസ്തുവിൽ എതിർദിശയിൽ ഉളവാകുന്ന ബലത്തെ എന്ത് പറയുന്നു? പ്രതിബലമായിട്ട് പരിഗണിക്കാം. ഇവ ജോഡികളായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബലം ഉണ്ടെങ്കിൽ പ്രതിബലം ഉണ്ടാകും ട്ടോ. ബലം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? പ്രതിബലവും ഉണ്ട്. ഇനി തോണി തുഴയുന്ന സമയത്ത് ജലത്തെ പുറകോട്ട് തള്ളുന്നു അല്ലെ. നമ്മൾ തോണി മുന്നോട്ട് തുഴയാണ്. അപ്പൊ ജലം എന്ത് ചെയ്യുന്നു? തോണി കുറച്ചൊന്ന് പുറകോട്ട് തള്ളുന്നു. അപ്പൊ അവിടെ ഒരു പ്രതിബലം അനുഭവപ്പെടുന്നില്ലേ? എന്താണ്? പക്ഷെ തോണി എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇനി റോക്കറ്റ് ലോഞ്ചിങ് സമയത്ത് റോക്കറ്റിന്റെ ജ്വലന അറയിൽ ഇന്ധനം ജ്വലിച്ചുണ്ടാകുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള വാതകങ്ങൾ ഉന്നത വേഗത്തിൽ ഒരു ദിശയിൽ പോകുന്നു. പക്ഷെ റോക്കറ്റ് എന്ത് ചെയ്യുന്നു? എതിർദിശയിൽ കുതിക്കുന്നു. അപ്പൊ ഒരു ബലം പ്രയോഗിക്കുന്ന സമയത്ത് അതിന് നേരെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിബലവും അനുഭവപ്പെടുന്നുണ്ട്. കരയ്ക്കടുത്തുള്ള തോണിയിൽ നിന്നും ഒരാൾ കരയിലോട്ട് ചാടുമ്പോൾ അല്ലെ, നമ്മൾ കരയിൽ നിൽക്കണം, തോണി അവിടെ നിൽക്കണം, ഒറ്റ ചാട്ടം ചാടുമ്പോൾ അത് എന്ത് ചെയ്യും? തോണി അങ്ങോട്ട് ഒറ്റ പിറകോട്ട് നിൽക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ വീഴാൻ പോകണം അല്ലേ. പക്ഷെ എന്താണ്? അവിടെ നമ്മൾ ഒരു ബലം പ്രയോഗിച്ചപ്പോൾ അവിടെ തിരിച്ച് എന്ത് ചെയ്യാണ്? ഒരു പ്രതിബലം അനുഭവപ്പെടുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ലെസൺ അങ്ങനെ കംപ്ലീറ്റ് ആയി. നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു വിട്ടാലോ? നമുക്ക് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അല്ലെ, ഒന്നാം ചലന നിയമം എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമവാക്യം ഏതാണ്? ഒന്നാം ചലന നിയമമായിട്ട് വി ആണ് അല്ലെ. വി സമം യു പ്ലസ് എ ടി. വി സമം യു പ്ലസ് എ ടി. അതിൽ വി എന്തിനെ സൂചിപ്പിക്കുന്നു? അന്ത്യപ്രവേഗത്തെ സൂചിപ്പിക്കുന്നു. യു ഏതിനെയാണ്? ആദ്യപ്രവേഗമാണ്. എ എന്താണ്? ത്വരണമാണ്. ടി എന്താണ്? സമയമാണ്. അപ്പൊ ഇതാണ് ഏത് ചെയ്യുന്നത്? ഒന്നാം ചലന സമവാക്യം, ഒന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ട സമവാക്യം. ഇവിടെ എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രവേഗ സമയ ബന്ധം. എങ്ങനെയാണ്? പ്രവേഗ സമയ ബന്ധമാണ് ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ബലത്തെയും ജഡത്വത്തെ കുറിച്ചിട്ടും നിർവചിക്കുന്നത്, ബലം, ജഡത്വം എന്നിവയെ കുറിച്ച് നിർവചിക്കുന്നതും ഒന്നാം ചലന നിയമത്തിലാണ്. അപ്പൊ ഒന്നാം ചലന നിയമം നമ്മൾ സമവാക്യം പറഞ്ഞു. വി സമം യു പ്ലസ് എ ടി എന്നാണ്. വി അന്ത്യപ്രവേഗമാണ്, യു ആദ്യപ്രവേഗമാണ്, പിന്നെ എ ത്വരണമാണ്, ടി സമയമാണ്. ഇവിടെ പ്രവേഗ സമയ ബന്ധം വി ആണ് അല്ലെ. വി പറയുമ്പോൾ പ്രവേഗം, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ഏത്? വി. അപ്പൊ പ്രവേഗ സമയ ബന്ധത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഒന്നാം ചലന നിയമം. ബലത്തെ കുറിച്ചിട്ടും ജഡത്വത്തെ കുറിച്ചിട്ടും നിർവചിക്കുന്നത് ഒന്നാം ചലന നിയമമാണ്. അതിൽ എന്താണ് ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചലിക്കുകയോ അല്ലെങ്കിൽ നിശ്ചലമായിട്ടിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാനുള്ള ആധാരമാക്കുന്നത് എന്താണ്? അവിടെ ഒരു ബലം പ്രയോഗിച്ചാൽ മാത്രമാണ് അല്ലെ. അല്ലെങ്കിൽ ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കണമെങ്കിൽ അവിടെ ബലം പ്രയോഗിക്കണം. ഇനി എന്താണ് ജഡത്വം? എന്ത് പറഞ്ഞു? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്ത് പറയുന്നത്? ജഡത്വം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു നിശ്ചല ജഡത്വമുണ്ട്, ചലന ജഡത്വമുണ്ട്. അതിൽ നിശ്ചല ജഡത്വം എന്ന് പറയുമ്പോൾ നിശ്ചലമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ത് ചെയ്യണം? ചലിക്കാനുള്ള പ്രവണത ഉണ്ടാക്കണം. അവിടെ നിശ്ചല ജഡത്വം. ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. മാവിന്റെ കൊമ്പ് കുലുക്കുന്ന സമയത്ത് അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നത്. അതുപോലെ തന്നെ
ചലനം ജഡത്വത്തിൽ പറഞ്ഞു ഓടി വരുന്ന അത്ലറ്റിന് അല്ലേ ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടനെ ഓട്ടം എന്ത് ചെയ്യാം അവസാനിപ്പിക്കാനായിട്ട് കഴിയില്ല, കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മാത്രമാണ് അവിടെ അവസാനിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒന്നാം ചലന നിയമങ്ങൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ബലം ജഡത്വം ഇവിടെ നോട്ട് ചെയ്യണം കേട്ടോ, ബലം ജഡത്വം. അങ്ങനെ നമ്മൾ രണ്ടാം ചലന നിയമം നോക്കി. രണ്ടാം ചലന നിയമത്തിൽ നമ്മൾ എന്താണ് ചലന സമവാക്യം പഠിച്ചത്? അവിടെ എസ് സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് എന്താണ്? സ്ഥാനാന്തരം അല്ലേ, സ്ഥാനാന്തരം. യു എന്താണ്? യു ടി എന്താണ്? ആദ്യ പ്രവേഗം ടൈം ഹാഫ് എ എന്താണ്? ത്വരണം, പിന്നെ ടി സ്ക്വയർ അല്ലേ, സ്ഥാനാന്തരം. ഇവിടെ എന്ത് ബന്ധമാണ്? സ്ഥാനാന്തര സമയബന്ധമാണ്. ഇവിടെ സ്ഥാനാന്തര സമയബന്ധമാണ് രണ്ടാം ചലന നിയമം. ആക്കത്തെ കുറിച്ചിട്ട് ചലിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമായ ആക്കത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ഏതിലാണ്? ആക്കം നമുക്ക് ഇതിൽ പറയുന്നില്ല, ഈ ലെസണിൽ അങ്ങനെ കൂടുതലായിട്ട് പറയുന്നില്ല, പക്ഷെ ഞാൻ ഇതിൽ പറയുന്നു, നിങ്ങൾക്ക് കണക്ട് ചെയ്തു തരുന്നുള്ളൂ കേട്ടോ. രണ്ടാം ചലന നിയമത്തില് ഏതിനെ കുറിച്ച് പറയുന്നു? ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമായ ആക്കത്തെ കുറിച്ചിട്ട് പറയുന്നത് ഏതിലാണ്? രണ്ടാം ചലന നിയമമാണ്. ആക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ് കേട്ടോ. ആക്കം എന്താണ്? ഒരു സദിശ അളവാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാം ചലന നിയമം പറഞ്ഞു, രണ്ടാം ചലന നിയമം അല്ലെ. ഒന്നാം ചലന നിയമത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ന്യൂട്ടൺ ഒന്നാം ചലന നിയമത്തെ നിർവചിക്കുന്നത്? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് അല്ലെ. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നവരെ, കാരണം അവിടെ ബലം ജഡത്വം നിർവചിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇതിനെ രണ്ടിനെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഒന്നാം ചലന നിയമത്തെ നിർവചിച്ചിരിക്കുന്നത്. എങ്ങനെ? അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ്. ഇനി രണ്ടാം ചലന നിയമത്തിൽ അദ്ദേഹത്തിന്റെ നിർവചനം എന്താണ്? ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്നു ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. അങ്ങനെ ചലന നിയമത്തിൽ ആക്കം എന്നൊരു വാക്കുണ്ടെങ്കിൽ അവിടെ എന്താണ്? രണ്ടാം ചലന നിയമമാണ്. ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന സഹായിക്കുന്ന ന്യൂട്ടന്റെ ചലന നിയമമാണ് രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത്. ഇനി മൂന്നാം ചലന നിയമത്തിന്റെ ഇക്വേഷൻ എന്താണ് സമവാക്യം? v സ്ക്വയർ സമം u സ്ക്വയർ പ്ലസ് 2as ആണ്. അന്ത്യപ്രവേഗം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? u സ്ക്വയർ ആദ്യ പ്രവേഗം പ്ലസ് 2as 2 ഇൻറ്റു ത്വരണം ഇൻറ്റു അല്ലേ, എന്താണ്? സ്ഥാനാന്തരം എസ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂന്നാം ചലന സമവാക്യം കാണുന്നത്. ഇവിടെ എന്താണ് ബന്ധം? ഇവിടെ നമ്മൾ പ്രവേഗ സമയബന്ധം പറഞ്ഞു, ഇവിടെ സ്ഥാനാന്തര സമയബന്ധം പറഞ്ഞു. അവിടെ ഈ എസ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് എസ് കൊടുത്താൽ മതി. ഇവിടെ വി പ്രവേഗമാണ്, നമുക്ക് കണക്കാക്കിയാൽ മതി. അപ്പൊ ഇവിടെ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്നാം ചലന സമവാക്യത്തില് ഈ രണ്ടാൾക്കാരെയും ഇങ്ങോട്ട് കൊണ്ടുവരിക. ഏതൊക്കെയാണ്? സ്ഥാനപ്രവേഗ ബന്ധം, സ്ഥാനാന്തരം ട്ടോ, സ്ഥാനാന്തര പ്രവേഗ ബന്ധം. ആ രണ്ടിനെയും കൂടിയിട്ട് ഇവിടെ കേട്ടോ. സ്ഥാനാന്തര പ്രവേഗ ബന്ധമാണ് മൂന്നാം ചലന സമവാക്യത്തില് പറയുന്നത്. എങ്കിൽ മൂന്നാം ചലന സമവാക്യത്തില് ന്യൂട്ടന്റെ പ്രസ്താവന എങ്ങനെയാണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ എന്തുണ്ടാകും? ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്ന് പറയുന്ന പ്രസ്താവിക്കുന്ന നിയമമാണ് ഇത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. റോക്കറ്റ് വിക്ഷേപണത്തിന് പിന്നിലുള്ള ശാസ്ത്ര തത്വം. പിന്നെന്ത് പറഞ്ഞു? തോക്കിൽ നിന്നും വെടിയുതിർക്കുന്ന സമയത്ത് തോക്ക് അല്പം പുറകോട്ട് തിന്നുന്നതും ഏതിന് കാരണമാണ്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തെ കുറിച്ചിട്ട് അതില് പറയുന്നുണ്ട്. ഇനി
ആക്ക സംരക്ഷണ നിയമം കഴിഞ്ഞു. അങ്ങനെ മൂന്നാം ചലന നിയമം പഠിച്ചു. എന്താണ് ആക്ക സംരക്ഷണ നിയമം? എന്താണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്? ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്തായിരിക്കും? എപ്പോഴും സ്ഥിരമായിരിക്കും അല്ലെ? ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്തായിരിക്കും? സ്ഥിരം ആയിരിക്കും. ഇനി ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു ആക്കത്തിന്റെ ആക്കം, ഒരു വസ്തുവിന്റെ ഒരു ആക്കം എത്രയായിരിക്കും? അത് 0 ആയിരിക്കും ട്ടോ. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ആക്കം എന്താണ്? 0 ആയിരിക്കും. 0 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. അതുപോലെ നമ്മൾ എങ്ങനെയാണ് മൊമെന്റ് വ്യത്യാസ നിരക്ക് കാണുന്നത്, എങ്ങനെയാണ് ബലം കാണുക, എങ്ങനെയാണ് ത്വരണം കാണുക, എങ്ങനെയാണ് അന്ത്യപ്രവേഗം കാണുക, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗലീലിയോയുടെ ഒരു ബുക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ദ ലിറ്റിൽ ബാലൻസ്. ദ ലിറ്റിൽ ബാലൻസ് ആരുടെ പുസ്തകമാണ്? ആരുടെ പുസ്തകമാണ്? ഗലീലിയോയുടെ പ്രശസ്തമായ പുസ്തകമാണ്. അതേപോലെ തന്നെ ഗലീലിയോയുടെ മറ്റു പുസ്തകങ്ങളാണ് സ്റ്റാറി മെസ്സഞ്ചർ. എന്താണ്? സ്റ്റാറി മെസ്സഞ്ചർ. സ്റ്റാറി മെസ്സഞ്ചർ ആരുടെ ബുക്കാണ്? ഗലീലിയോയുടെ ബുക്കാണ്. അതേപോലെ തന്നെ ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ആരുടേതാണ്? ഗലീലിയോയുടേതാണ്. അതേപോലെ ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ് ആരുടെ ബുക്കാണ്? ഈ 4 ബുക്കുകളും ഗലീലിയോയുടെ പ്രശസ്തമായ ബുക്കുകളാണ്. ദ ലിറ്റിൽ ബാലൻസ്, സ്റ്റാറി മെസ്സഞ്ചർ, ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ് ആരുടേതാണ്? ഗലീലിയോയുടെ പുസ്തകങ്ങളാണ്. എന്താണ് ഗലീലിയോ പറഞ്ഞത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് എന്താവശ്യമില്ല? ഒരു അസന്തുലിതമായ ബാഹ്യബലം ആവശ്യമില്ല എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ എന്ന് പറയുന്നത്. ഗലീലിയോയുടെ വാക്കുകൾ എന്ത് ചെയ്യാം? പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ചലന സമവാക്യങ്ങളും ചലന നിയമങ്ങൾ, ഇതിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു പോയി. അപ്പൊ എന്ത് ചെയ്യണം? എന്താണ് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റിവിഷൻ ട്ടോ. നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്തേ പറ്റൂ. ഞാൻ ക്ലാസ് എടുത്ത് എൻ്റെതായ അറിവിൽ, ഞാൻ ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണ്, എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതിൽ അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കാവുന്ന രീതിയിൽ ഞാൻ സയൻസ് എടുത്തു തരുന്നുണ്ട്. അവന് നാലാമത്തെ ലെസൺ ഗുരുത്വാകർഷണ നിയമം. നമുക്ക് എന്ത് എഴുതാൻ? ഗുരുത്വാകർഷണം പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്കതിൽ നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം സുഹൃത്തുക്കളെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ. ഞാൻ പറയുന്നത് പറയട്ടെ, ഞാൻ ഇങ്ങനെ പറയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ കൂടിയിട്ട് എനേബിൾ ചെയ്യുക. താഴെ കമന്റ് ചെയ്യുക. ഇന്നൊരു ഉഷാറില്ല, സത്യം പറഞ്ഞാൽ ഇന്നില്ലേ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഓഫ് ചെയ്തിട്ട് പോയോ എന്നറിയില്ല. എന്താണ് ഇന്ന് എന്താണെന്നറിയില്ല. രാവിലെ എനിക്ക് ആരെ ഞാൻ കണ്ടെണിച്ചെന്നറിയില്ല. ഭയങ്കര നെഗറ്റീവ് കേട്ടോ. എനിക്കൊന്നും പഠിക്കാനും പറ്റില്ല. എങ്ങനെയും പഠിക്കാതിരുന്നാലും നമുക്ക് എന്താണ് ടെൻഷനാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ? 2 ലെസൺ SCRT ഒരു 2 ലെസൺസ് എന്ത് ചെയ്തു? നന്നായിട്ട് നന്നായി പഠിച്ച് മനസ്സിലാക്കി. പക്ഷെ പിന്നെ ഇന്നിപ്പോൾ ഈ ലെസണും ആയല്ലോ, നമ്മൾ 3 ലെസൺ ആയല്ലോ, SCRT 3 ലെസൺ ആയല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ എന്താണെന്ന് അറിയില്ല, ഭയങ്കര നെഗറ്റീവ് എനർജി. ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലാഗ് ആയിപ്പിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടാകും. ഒരു വല്ലാത്ത ദിവസം. പക്ഷെ പിന്നെ കുറച്ചും കഴിഞ്ഞിട്ട് ചിന്തിച്ചു, പിന്നെ ഇത് ആലോചിച്ചിട്ട് എൻ്റെ കുട്ടികൾ അവിടെ കാത്തിരിക്കേണ്ട എൻ്റെ ക്ലാസ്, എനിക്ക് അവരാണ് വലുത് എന്നുള്ള രീതിയിൽ ഞാൻ സത്യം ഗോഡിന് പ്രോമിസ് ചെയ്തിട്ട് ഞാൻ പറയുന്നത്, സത്യമായിട്ടാണ് ഞാൻ പറയണതിൽ ഒരു കള്ളമില്ല. എൻ്റെ കുട്ടികളാണ് എനിക്ക് വലുത്, എൻ്റെ ഫ്രണ്ട്സ് അവിടെ കാത്തിരിക്കുന്നുണ്ടാകും ഒരൊറ്റ ചിന്താഗതിയോട് കൂടിയിട്ട് ഞാൻ എന്താ പറയുക, കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതിനൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറയും, എനിക്ക് അവരല്ല വലുത്, എനിക്ക് ഇവരാണ് വലുത് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, ക്ലാസ് ഇട്ടതാണ്. അപ്പോൾ എനിക്കെന്താണ് ഒരു ക്ലാസ് വന്നപ്പോൾ ഓക്കെ, കുറച്ചൊക്കെ ഞാൻ ഒന്ന് മെൻ്റലി ഒന്ന് റിക്കവറായി. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത ക്ലാസ് വേണം കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായി പഠിക്കാട്ടോ. ആരും ഉണ്ടാകില്ല. സ്വന്തം കാല് സ്വന്തം എന്താ പറയുക, അവനവൻ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരാളും ഒരു ബന്ധങ്ങളും ഒക്കെ തോന്നുകയാണ്
എനിക്ക് അവരുണ്ട്, എനിക്ക് ഇവരുണ്ട്, ഒന്നും ആർക്കും ആരുമില്ല, സ്വന്തം. അപ്പൊ അതിനനുസരിച്ചിട്ട് പഠിക്കുക, പഠിച്ചു മാറ്റാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ അപാകതകൾ നാളെ അതൊരു ജീവിതത്തിലേക്ക് ഒരു വേദനയായിട്ട് മാറരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നന്നായിട്ട് പഠിക്കട്ടെ. മനസ്സ് തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു കൈവിരൽ നമ്മുടെ മുന്നിലേക്ക് ചൂണ്ടും, അത് ഉറപ്പാണ്. അപ്പൊ അതിലേക്ക് പോവുക. അല്ലെങ്കിൽ നമുക്കിനി അഥവാ PC കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി ദൈവം മുന്നിൽ വഴി തെളിച്ചു തരും. അത് കാണാട്ടോ. അപ്പൊ താങ്ക് യു സുഹൃത്തുക്കളെ.